ആസ്ഗാർഡിൽ നിന്നും ഒരു പോർട്ടലിലൂടെ ട്രോൾസ് എർത്തിലേക്ക് എത്തുകയാണ്. പെട്ടെന്ന് തന്നെ അവിടേക്കെത്തിയ അവഞ്ചേഴ്സ് ട്രോൾസിനെ അറ്റാക്ക് ചെയ്ത് ട്രോൾസിനെ അവർ വന്ന പോർട്ടലിലൂടെ തന്നെ തിരിച്ചയക്കുന്നു. പിന്നീട് അവഞ്ചേഴ്സ് ട്രൂമൻ മാർഷിന്റെ നിർദ്ദേശപ്രകാരം ഒരു മിഷന് പോവുകയാണ്. എയിമിന്റെ ഒരു ബേസിലേക്കാണ് അവർ പോകുന്നത്, അതും റെഡ് ഹൾക്കിനൊപ്പം. അവഞ്ചേഴ്സ് എയിം ബേസിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് എയിം ഏജന്റ്സിനെ എല്ലാം ആക്രമിച്ച് തറ പറ്റിക്കുന്നു. ഈ സമയത്ത് മറ്റൊരാൾ അവിടെ ഉണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, ദ ലീഡർ. എയിം ബേസിലുള്ള കുറെ സീക്രട്ട് വെപ്പൺസ് സ്റ്റീൽ ചെയ്യാൻ എത്തിയതാണ് ദ ലീഡർ. റെഡ് ഹൾക്ക് ദ ലീഡറിന്റെ സോൾജേഴ്സ് ആയ ഹ്യൂമനോയിഡ്സിനെ ഷൂട്ട് ചെയ്ത് നശിപ്പിക്കുന്നു. ദ ലീഡറിന്റെ സോൾജേഴ്സ് ഇല്ലാതായെങ്കിലും അയാൾക്ക് ഒരു പ്ലാൻ ബി കൂടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടേക്ക് അവഞ്ചേഴ്സിനെ ആക്രമിക്കാനായിട്ട് ഒരു വലിയ റോബോട്ട് എത്തുകയാണ്. ആ റോബോട്ടിന്റെ പേരാണ് അൾട്ടിമോ. അൾട്ടിമോയും അവഞ്ചേഴ്സും തമ്മിൽ ഒരു വമ്പൻ പോരാട്ടം നടക്കുന്നു. അവഞ്ചേഴ്സ് എന്തൊക്കെ ചെയ്ത് അൾട്ടിമോയെ ഡിഫീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അൾട്ടിമോയ്ക്ക് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. എന്തായാലും പോരാട്ടത്തിന്റെ ഇടയ്ക്ക് ഹോക്കൈയുടെ കേബിൾ ആരോസ് ഒരു അയൺ റോഡിലും അൾട്ടിമോയുടെ പുറകിലുമായിട്ട് ഘടിപ്പിക്കുവാണ് അയൺമാൻ. അത് കണ്ട തോറ് തന്റെ ലൈറ്റ്നിങ് ആ കേബിളിലേക്ക് അയക്കുന്നതോടെ അൾട്ടിമോ ആ ലൈറ്റ്നിങ് ഏറ്റിട്ട് പ്രവർത്തനരഹിതമാകുന്നു. അതെ, അങ്ങനെ അവഞ്ചേഴ്സ് അൾട്ടിമോയെ ഡിഫീറ്റ് ചെയ്തു. പിന്നീട് അവഞ്ചേഴ്സ് ദ ലീഡറിനെ തപ്പി ലീഡറിന്റെ ഐലൻഡിലേക്ക് എത്തുന്നു. എന്നാൽ അയൺമാനും ഫാൽക്കണും റെഡ് ഹൾക്കിനും ബ്ലാക്ക് വിഡോയ്ക്കും ഹോക്കൈക്കുമൊന്നും ഒരടി മുന്നോട്ട് വെക്കാൻ സാധിക്കുന്നില്ല. കാരണം ദ ലീഡർ അവഞ്ചേഴ്സിന്റെ ടെക്നോളജീസിനെ ഡിസേബിൾ ചെയ്തേക്കുവാണ്. പെട്ടെന്ന് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ അവഞ്ചേഴ്സ് ഒരു വലിയ കുഴിയിലേക്ക് വീഴാൻ പോകുന്നു. എന്തായാലും റെഡ് ഹൾക്ക് ആ അപകടത്തിൽ നിന്നും സേഫ് ആയിട്ട് പുറത്തു കടക്കുന്നു. തോറിന്റെ സഹായത്തോടെ അവഞ്ചേഴ്സും ആ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. പിന്നീട് റെഡ് ഹൾക്ക് ദ ലീഡർ വെച്ച മറ്റൊരു ട്രാപ്പിൽ പെടുകയാണ്. എന്നാൽ അതിസാഹസികമായിട്ട് തന്നെ റെഡ് ഹൾക്ക് ആ ട്രാപ്പിൽ നിന്നും രക്ഷപ്പെട്ടു. എന്നാൽ അതേ ട്രാപ്പില് അവഞ്ചേഴ്സ് പെട്ടുപോകുന്നു. എന്തായാലും അവഞ്ചേഴ്സ് അയൺമാന്റെ സഹായത്തോടെ ആ ട്രാപ്പിൽ നിന്നും ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. ഇതേ സമയത്ത് റെഡ് ഹൾക്ക് വീണ്ടും ദ ലീഡറിന്റെ മറ്റൊരു ട്രാപ്പിൽ പെടുകയാണ്. ഈ പ്രാവശ്യം റെഡ് ഹൾക്ക് ഒരു പാർട്ടിക്കിൾ ആക്സിലറേറ്ററിന്റെ ഉള്ളിലാണ് പെട്ടുപോയത്. ആ പാർട്ടിക്കിൾ ആക്സിലറേറ്ററിന്റെ ഉള്ളില് ദ ലീഡർ ഗാമ ബോംബ് വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ആ ഗാമ ബോംബ് പൊട്ടിത്തെറിച്ചു. ഈ സമയത്ത് ഡിഫീറ്റ് ചെയ്യപ്പെട്ട അവഞ്ചേഴ്സിന്റെ പക്കലേക്ക് ദ ലീഡർ വന്നിട്ട് പറയുവാണ്, റെഡ് ഹൾക്കിനെ കണ്ടപ്പോഴേ വിചാരിച്ചതാണ് ഒരു വെപ്പൺ ക്രിയേറ്റ് ചെയ്യണമെന്ന്. എന്തായാലും അത് സാധിച്ചു. ഞാൻ ഒരു പെർഫെക്റ്റ് വെപ്പൺ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. റെഡ് ഹൾക്ക് അവൻ ഇനി നിങ്ങളെ തിരിച്ചറിയില്ല എന്നൊക്കെ. പെട്ടെന്ന് തന്നെ ചാരത്തിൽ നിന്നും റെഡ് ഹൾക്ക് ഉയർത്തെഴുന്നേൽക്കുകയാണ്. റെഡ് ഹൾക്കിന്റെ ദേഹത്തും കണ്ണിലുമൊക്കെ തീയാണ്. മാത്രമല്ല റെഡ് ഹൾക്ക് ഇപ്പോൾ വലുതായി. അടുത്ത എപ്പിസോഡില് റെഡ് ഹൾക്കിന് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയാം.